കൊല്ലത്തെ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DKTFന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. DKTF ജില്ലാ പ്രസിഡന്റ് ശിവാനന്ദന്റെ അധ്യക്ഷതയിലാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ കൂട്ട ധർണ നടന്നത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളികൾ പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് വിപ്ലവകരമായ സമരം തീർക്കുകയും ആ സമരത്തിലൂടെ അധികാരത്തിൽ വന്ന പാരമ്പര്യമുള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് കേരളത്തിലെ കർഷക തൊഴിലാളികളെയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന് തന്നെ അപമാനമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ നയം തന്നെ കമന്ന് വീണാൽ കാൽപ്പണം എന്നാണ് ഈ സർക്കാരിൻ്റെ മുദ്രാവാക്യം. എവിടെ തൊട്ടാലും പണമാണ്. നിർമ്മാണ തൊഴിലാളി മേഖലയിലെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പൈസ അടച്ച് അതിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നത് മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെയാണ്. അങ്ങോട്ട് പണം അടച്ചാൽ തിരിച്ചു കിട്ടുന്നില്ല. വഞ്ചിക്കകത്ത് പൈസ ഇടുന്നത് പോലെയാണ്, തിരികെ ലഭിക്കുന്നില്ല. കോടാനുകോടി രൂപയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വകമാറ്റിയിരിക്കുന്നത്. ഏറ്റവും കേരളത്തിൽ ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേമനിധിയെ കുട്ടിച്ചോറാക്കി. കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ നൽകുന്നതിൽ വീഴ്ചയുണ്ടെന്നും മക്കൾക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞും വീട്ടിൽ ഒരു AC-യോ വൈദ്യുതിയോ ഉള്ളതിന്റെ പേരിലും പാവങ്ങളായ കർഷക തൊഴിലാളികളെ വഞ്ചിക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാണെന്ന് CR മഹേഷ് MLA കുറ്റപ്പെടുത്തി. ചവറ ഹരീഷ് കുമാർ, ബഷീർ കുട്ടി, ആദിനാട് രവി, കാർത്തികേയൻ, ലത്തീഫ്, അജയകുമാർ, ബോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.